ഹലോ, നമുക്കിന്ന് ഒരു കോളിഫ്ലവർ വറുത്തരച്ച് വെക്കുന്ന കറിയാണ് കേട്ടോ ഇവിടെ വെക്കുന്നത്. ഇത് തേങ്ങയാണ്, അരമുറി തേങ്ങ, പെരിഞ്ചീരകവും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തതാണ്. തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കരിയാൻ പാടില്ല. നന്നായിട്ട് തേങ്ങയൊക്കെ മൂത്ത് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടെ വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറാകണം, എന്നാലാണ് കറി കാണുമ്പോൾ ഒരു കറിക്ക് ടേസ്റ്റ് കൂടുതലും കാണുമ്പോഴും ഒരു നമുക്ക് കഴിക്കാനൊക്കെ ഇഷ്ടം തോന്നത്തുള്ളൂ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പൊക്കെ അങ്ങ് മാറ്റി വയ്ക്കാം. ഈ കളറ് വരുന്ന വരെ നമുക്ക് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. ഇത് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ തിളച്ച വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം തോർത്തി വെച്ചേക്കുന്ന കോളിഫ്ലവറാണ് കേട്ടോ. നമുക്കിനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പില, സവാള, ഇഞ്ചി, പച്ചമുളക്. ഇതിനകത്ത് വെളുത്തുള്ളിയാണ് കേട്ടോ, ഇഞ്ചിയല്ല. ഇഞ്ചി ചേർക്കാറില്ല. ഇത് കഴുകി വാരി വെള്ളം തോർന്ന കോളിഫ്ലവറാണ്. നമുക്കിനി ഇത് വഴറ്റിയെടുക്കണം നന്നായിട്ട്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ സവാള ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവാള ഒത്തിരി വഴന്ന് വരണ്ട. അതിനകത്തേക്ക് നമുക്കിനി കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. കുറച്ച് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് കഴുകി വാരി വെച്ചേക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കോളിഫ്ലവറിന് അത്യാവശ്യം വേവുണ്ട്. അപ്പം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കുറച്ച് നേരം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതിനകത്തേക്ക് വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം. ഇടയ്ക്ക് നമ്മുടെ കോളിഫ്ലവർ എടുത്ത് ഇളക്കി ഇട്ട് കൊടുക്കണം, അടി പിടിക്കാതെ. അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പ് അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ശരിക്ക് യോജിപ്പിക്കാം.
ഇനി കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. എന്നാലാണ് ആ മസാലയൊക്കെ കോളിഫ്ലവറിലേക്ക് പിടിക്കത്തുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മൾ അരപ്പിട്ടേക്കണത്. അതുകൊണ്ട് ഒത്തിരി നേരം ഇതിനകത്തേക്ക് വെക്കണ്ട. അപ്പോൾ കുറച്ച് നേരം കൂടെ മൂടി വെച്ച് നമുക്കൊന്നും കൂടി ഒന്ന് വേവിക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ചാറൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്.